ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഒരു പ്ലെയിൻ വേവ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഒരു 2 ഡയമെൻഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 2 ഡയമെൻഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിയാം. ഓക്കെ, അപ്പൊ ഒരു കല്ലെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് എറിയാം. അപ്പൊ അതിന് ചുറ്റും എന്തുണ്ടാകും? വേവ് ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വേവ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതെന്തേക്കാരം ഇതിന് ചുറ്റും സർക്കിൾ ആയിട്ടേക്കാരം വരിക. ഓക്കെ, സർക്കിൾ ആയിട്ട്. ഇത് കുറേ ഈ വേവ് കുറേ ദൂരെത്തുമ്പോൾ എന്തേക്കാരം ഇതൊരു ലൈൻ ആയിട്ടേക്കാരം നമുക്ക് കാണാൻ പറ്റുക. ലൈൻ ആയിട്ടേക്കാരം കാണാൻ പറ്റുക. ഓക്കെ, ഇത് ഇനി ഒരു 3 ഡയമെൻഷനിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, 3 ഡയമെൻഷനിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആ കല്ലെടുത്തെറിയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്ലെയിൻ ഉണ്ടാകും, വലിയൊരു പ്ലെയിൻ ഉണ്ടാകും, കൂടുതലായിട്ട് ഇങ്ങനെ പോകേണ്ടിവരും. ഓക്കെ, അപ്പൊ കൂടുതൽ ദൂരം കഴിയുമ്പോൾ ഇതെന്തേക്കാരം ഒരു ശരിക്ക് ഒരു പ്ലെയിൻ വേവ് പോലെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഒരു പ്ലെയിൻ വേവ് എന്നുള്ളത്. ഇനി യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് വരിക? അവിടെ ഇന്റെയും എച്ചും, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തേക്കാരം കോൺസ്റ്റന്റ് ആയിക്കാരം ത്രൂ ഔട്ട് ദ പ്ലെയിൻ. ഓക്കെ, വിച്ച് ഈസ് ട്രാൻസ്വേഴ്സ്. അതിന് എന്തുണ്ടാകും? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടാകും. ഓക്കെ, അതായത് മൂവ്മെന്റ് ഉണ്ടാകും, പക്ഷെ ഇന്റെയും എച്ചിന്റെയും വാല്യൂ എന്തേക്കാരം കോൺസ്റ്റന്റ് ആയിക്കാരം. ഓക്കെ, അപ്പോൾ അതായത് എക്സ് വൈ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു സെഡ് ആക്സിസ്. ഓക്കെ, എക്സും വൈയും അതായത് ഇയും എച്ചും എന്തേക്കാരം അത് കോൺസ്റ്റന്റ് ആയിക്കാരം. സെഡ് എന്നുള്ള ആക്സിസ് അതായത് ഡയറക്ഷൻ എന്തേക്കാരം അത് മൂവ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ എന്നുള്ളത് ശരിക്കും ഒരു വേവ് എന്നുള്ളത് എന്താണ്? നമ്മൾ സ്പേസിനും ടൈമിനും റെപ്രസെന്റ് ചെയ്തിട്ടാണ്. സ്പേസ് എന്ന് വെച്ചാൽ അത് എക്സ് വൈ സെഡ് ആണ് എന്ത് നമ്മൾ സ്പേസ് എന്നുള്ളത്. പിന്നെ ടൈം. ഇവിടെ എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്, അതായത് ഇയും എച്ചും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ഉണ്ടാകുള്ളൂ? സെഡും ടിയും മാത്രമേ ഉണ്ടാകുള്ളൂ. സെഡും ടിയും, അതായത് സെഡും ടിയും അല്ലെങ്കിൽ എക്സും ടിയും ഏതെങ്കിലും ഒരു ടേം മാത്രം. ഓക്കെ, അല്ലെങ്കിൽ വൈയും ടിയും. ഓക്കെ, ഒരു സ്പേസും ഒരു ടൈമും മാത്രമേ ഉണ്ടാകൂ. ഓക്കെ, അതാണ് എന്ത് യൂണിഫോം പ്ലെയിൻ വേവ്. ഇപ്പോൾ നമ്മൾ 1 ഡയമെൻഷനിൽ വേവ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഡോ സ്ക്വയർ ഇ ബൈ ഡോട്ട് ടി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡോ സ്ക്വയർ ഇ ബൈ ഡോ സെഡ് സ്ക്വയർ എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. അതായത് ടൈമും സെഡും. ഓക്കെ, ടൈമും സെഡും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. ഇതിൽ യു എന്ന് പറയുന്നതാണ് എന്ത് വേവ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, വേവ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷന്, ഓക്കെ, ഇത് ഇക്വേഷൻ കാണാൻ വഴിക്കൊന്നും വേണ്ട. ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തുണ്ടാകും? ഒരു രണ്ട് ഫംഗ്ഷൻസ് ന്റെ ടേമിലേക്കാരം സെഡ് മൈനസ് യൂട്ടിന്റെ ടേമിലും അതേപോലെ സെഡ് പ്ലസ് യൂട്ടിന്റെ ടേമിലേക്കാരം ഇത് സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് സെഡ് മൈനസ് യു ടി ആയിക്കാരം ഇ മൈനസ് ഉള്ളത്, ഫംഗ്ഷൻ ഓഫ് സെഡ് പ്ലസ് യു ടി എന്നുള്ള ആയിക്കാരം ഇ പ്ലസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതില് ഈ ഇക്വേഷനെ നമ്മൾ ഫേസർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഫേസർ ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഡോ സ്ക്വയർ ബൈ ഡോട്ട് ടി സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? ഡോ ബൈ ഡോട്ടിക്ക് ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഡോ ബൈ ഡോട്ട് ടി സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ജെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു. ഫേസർ ഫോം ആയതുകൊണ്ട് ഇ എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്തു. മൈനസ് യു സ്ക്വയർ ഡോ സ്ക്വയർ ഇ എസ് ബൈ ഡോ സെഡ് സ്ക്വയർ ഇസിക്വൽ ടു 0 ആക്കി. അപ്പൊ ഈ രണ്ട് ടേം എന്താണ്? മൈനസ് ഉണ്ട്, ജെ ഒമേഗ സ്ക്വയർ. ജെ ഒമേഗ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ ഇ എസ് എന്ന് വരും. രണ്ടിന്റെയും മൈനസ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഈ ടേം കിട്ടും. അപ്പോൾ ഇതിൽ യു സ്ക്വയർ ഡോ സ്ക്വയർ ഇ എസ് ബൈ ഡോ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. രണ്ടിനും യു സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. യു സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇത് ക്യാൻസൽ ആയി പോയി. അപ്പൊ ഡോ സ്ക്വയർ ഇ എസ് ബൈ ഡോ സ്ക്വയർ എന്നുള്ള ഒരു ടേം ഉണ്ട്, പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയർ എന്നുള്ള ഒരു ടേം ഉണ്ട്. അതാണ് എന്ത് ബീറ്റ എന്നുള്ളത്. ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയർ ഈസ് ഇക്വൽ ടു ബീറ്റ എന്നുള്ളത്, ബീറ്റ സ്ക്വയർ എന്നുള്ളത്. അപ്പൊ ബീറ്റ ഈസ് ഇക്വൽ ടു എന്താണ് വരിക? ഒമേഗ ബൈ യു എന്നാണ്. ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി. യു എന്ന് വെച്ചാൽ എന്താണ്? വേവിന്റെ വെലോസിറ്റി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബീറ്റ കിട്ടുന്നുണ്ട്. ബീറ്റ എന്നുള്ളത് എന്താണ്? ഫേസ് വെലോസിറ്റി. ഫേസ് വെലോസിറ്റി. നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷൻസ് ഒന്നും പഠിക്കണ്ട, നിങ്ങൾ ഏത് പഠിച്ചാൽ മതി? ബീറ്റ ഈസിക്കൽ ടു ഒമേഗ ബൈ യു എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, യു ഒമേഗന്റെ വാല്യൂ എന്താണ്? 2πf ഡിവൈഡ് ബൈ യു. ഓക്കെ, അപ്പൊ ബീറ്റ ഈസിക്കൽ ടു ഒമേഗ യു. ഓക്കെ, ബീറ്റ ഈസിക്കൽ ടു ഒമേഗ യു എന്നാണ്. ഓക്കെ,
വിത്ത് ദ ടൈം ഫാക്ടർ ഇൻസൈഡ് ദ പോസിബിൾ സൊല്യൂഷൻസ് ആർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ സൊല്യൂഷൻസ് കണ്ടെത്തുകയാണെങ്കിൽ ഈ ഇ എന്നുള്ളതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താകാരം വരിക, എ ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ്, അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ്, അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് എന്നാണ് കണ്ടിരിക്കാരം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഉണ്ടാവുക. അത് ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആവാം. ഒരു എക്സ്പോണൻഷ്യൽ ഫോം ആയിക്കാരം, ഒന്നെങ്കിൽ എക്സ്പോണൻഷ്യൽ ജെ ടേം ആയിക്കാരം, അല്ലെങ്കിൽ കോസിന്റെ ടേം ആയിക്കാരം, അല്ലെങ്കിൽ സൈനിന്റെ ടേം ആയിക്കാരം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ്. ഓക്കെ, അപ്പൊ ഇതില് എ എന്നുള്ളത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് എന്നുള്ളത് എന്താണ്, അതിന്റെ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ് എന്ത് ഈ മൈനസ് കൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഇവിടെ ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് എന്നാണെങ്കിൽ അതെന്തേക്കാരം പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലേക്കാരം വേവ് പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. ഓക്കെ, വേവിന്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. ഇനി ഒമേഗ ടി പ്ലസ് ബീറ്റ സെഡ് ആണെങ്കിൽ എന്തൊക്കെ വരാം, മൈനസ് സെഡ് ഡയറക്ഷനിലേക്കാരം അത് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് സെഡ് ഡയറക്ഷനിലേക്കാരം ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് സെഡ് ഡയറക്ഷനിലേക്കാരം ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഒമേഗന്റെ വാല്യൂ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, ബീറ്റ എന്നുള്ളത് എന്താണ് ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേവ് നമ്പർ എന്ന് പറയും. പിന്നെ നമുക്ക് അറിയാവുന്ന ടേം തന്നെയാണ്. ഇപ്പോൾ ഇത് ടിയും സെറ്റും കോൺസ്റ്റന്റ് ആണ്. ടൈം പീരീഡ് എന്താണെന്ന് അറിയാം. ടൈം പീരീഡ്, ഒരു ടൈം പീരീഡിനുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നതിനാണ് എന്ത് പറയാറ്, ഡെൽറ്റ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അതായത് അതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു, അതായത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇപ്പോൾ ഡെൽ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി എന്നാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡെൽ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി, ഈ ഇക്വേഷനും പഠിക്കുക. ഫ്രീക്വൻസി എന്താണ് 1 ടൈം പീരീഡ് ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. എഫിന് എന്താ ചെയ്യുക 1/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് വരാം. ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ യു ആണ്. 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ അപ്പൊ 2π/t യു എന്ന് വന്നു. യു ഇൻറ്റു ടി എന്ന് വെച്ചാൽ എന്താണ് ഡെൽറ്റ എന്നാണ്. ഓക്കെ, 2π/ഡെൽറ്റ. അപ്പൊ ഈ റിലേഷൻസ് പഠിച്ചു പഠിക്കുക. ഇക്വേഷൻസ് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് റിലേഷൻസ് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് ഡെൽറ്റ തരും, ബീറ്റ കാണാനായിക്കാരം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ബീറ്റ ഈക്വൽ ടു ഒമേഗ ബൈ യു ആണ്. ഒമേഗക്ക് 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇൻറ്റു യു വരികയാണെങ്കിൽ യു ഇൻറ്റു ടി എന്നുള്ളതാണ് ഡെൽറ്റ. ഓക്കെ, അപ്പൊ ബീറ്റക്ക് ഒമേഗ ബൈ യു എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 2π/ഡെൽറ്റ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഡെൽറ്റന്റെ വാല്യൂ ആണെന്ന് യു ഇൻറ്റു ടി, വെലോസിറ്റി ഇൻറ്റു ടൈം പീരീഡ്. ഓക്കെ, ഓക്കെ, അപ്പൊ യൂണിഫോം പ്ലെയിൻ വേവ് അതിന്റെ TEM മോഡ്, അതായത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് മോഡാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇയും എച്ചും എല്ലും പെർപെൻഡിക്കുലർ ആയിക്കാരം. AE എന്നുള്ളത് യൂണിറ്റ് വെക്ടർ അലോങ് ഇ, ഇന്റെ ഡയറക്ഷൻ ആണ് AE കാണിക്കുക. AH എന്നുള്ളത് എച്ചിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കുക. AK എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇക്കാരം കാണിക്കുക. അപ്പോൾ ഇയും എച്ച് AK, അപ്പൊ ഇത് തമ്മിൽ എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സും വൈയും സെഡും പഠിച്ചിരുന്നില്ല, അതേപോലെ തന്നെയാണ് ഈ AEH AK എന്നുള്ളത്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. എയും AHും കൂടി ക്രോസ് പ്രൊഡക്ട് ചെയ്താൽ AK കിട്ടും. AHും AKയും കൂടി ക്രോസ് പ്രൊഡക്ട് ചെയ്താൽ AE കിട്ടും. AKയും AEയും കൂടി ക്രോസ് പ്രൊഡക്ട് ചെയ്താൽ നമുക്ക് AHും കിട്ടും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് എന്ത് ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോ ഫേസ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു വേവിന്റെ വെലോസിറ്റി ആണ് എന്ത് ഫേസ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, പിന്നെ അതാണ് എന്ത് ഈ ബ്ലൂല് കാണുന്നത്. ബ്ലൂല് കാണുന്നതാണ് എന്ത് ഫേസ് വെലോസിറ്റി എന്നുള്ളത്. ഇനി ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രം എടുത്തിട്ട് ഒരു വേവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു വേവ് കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ വെലോസിറ്റി ആണ് എന്ത് ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫേസ് വെലോസിറ്റി ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഫേസ് ആൻഡ് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ സ്പേസ്.
ഒരു വേവോ അല്ലെങ്കിൽ ഒരു ഫേസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഫേസ് വെലോസിറ്റി. ദിസ് ഈസ് ദ വെലോസിറ്റി വിച്ച് ദ ഫേസ് ഓഫ് എനി വൺ ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദ വേവ് ട്രാവൽ. ഓക്കെ, അപ്പോൾ ഫേസ് വെലോസിറ്റി റെപ്രസെന്റ് ഡെൽ ബൈ ടി എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് നമ്മൾ സാധാരണ യു ഇസ് ഇക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തില്ലേ, യു ഇസ് ഇക്വൽ ടു ഒമേഗ ബൈ ബീറ്റ, ബീറ്റ ഇസ് ഇക്വൽ ടു ഒമേഗ യു എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, അതിന് ഒമേഗ ബൈ ബീറ്റ വി പി. ഓക്കെ, ഫേസ് വെലോസിറ്റി അതുകൊണ്ട് വി പി എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും ഡെൽ ബൈ ടി. ഓക്കെ, ഡെൽ ബൈ ടി, ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് എന്ത് വെലോസിറ്റി, അതാണ് എന്ത് ഫേസ് വെലോസിറ്റി ഉള്ളത്. രണ്ടാമതാണെന്ത് ഗ്രൂപ്പ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റി ദ വെലോസിറ്റി വിത്ത് ഓവറോൾ ഷേപ്പ് ഓഫ് ദ വേവ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഉണ്ടല്ലോ, ആ വേവിന്റെ ഓവറോൾ ഷേപ്പ് ആണ് എന്ത് ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ളത് അതിന്റെ എൻവലപ്പ്. ഓക്കെ, അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യണമെന്നാണ് ഡോ ഒമേഗ ബൈ ഡോ കെ എന്നാണ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ബി ജി എന്നുള്ളത് ഡോ ഒമേഗ ബൈ ഡോ കെ. ഒമേഗ എന്നുള്ളത് എന്താണ് ആംഗുലർ ഫ്രീക്വൻസി ആണ്, കെ എന്നുള്ളതാണ് ആംഗുലർ വേവിന്റെ നമ്പർ ആണ്, എത്രത്തോളം വേവ് ഉണ്ട്. ഒമേഗ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെ, ദെൻ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫേസ് വെലോസിറ്റി. ഓക്കെ, ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും തന്നെ സെയിം തന്നെ ആയിരിക്കും. Okay, omega is linear function of k but not directly proportional. Okay, അപ്പോൾ ഒമേഗ എന്നുള്ളത് ലീനിയർലി പ്രൊപ്പോർഷണൽ ആണ്, then the both velocity are different. Okay, ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പഠിക്കുക. ഇത് 3 മാർക്കിന് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഫേസ് വെലോസിറ്റി എന്താണ്, ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ്. Okay, if omega is not linear function of k, then the envelope of wave packet will be distorted as it travel, which is related to group velocity. ഇത് ലീനിയർ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആ എൻവലപ്പ് എന്തേക്കാരം ഡിസ്റ്റോർട്ട് ആയി പോകും. ഓക്കെ, സിൻസ് വേവ് പാക്കറ്റ് കണ്ടെയ്ൻ എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഓർ വാല്യൂസ്, ദ എൻവലപ്പ് ഡസ് നോട്ട് മൂവ് അറ്റ് എ സിംഗിൾ വെലോസിറ്റി, സോ ദ എൻവലപ്പ് ഡിസ്റ്റോർട്ടഡ്. ഓക്കെ, അപ്പോ ഈ ഡിഫറെന്റ് ഫ്രീക്വൻസി വരികയാണെങ്കിൽ ആ മൊത്തം എൻവലപ്പ് എന്തായി പോകും, ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസ്, ഫേസ് വെലോസിറ്റിന്റെ ഡെഫിനിഷൻസും ഗ്രൂപ്പ് വെലോസിറ്റിന്റെ ഡെഫിനിഷൻസും ഇക്വേഷൻസും എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ തന്നിട്ടുണ്ട് 50 cos 10⁸ plus beta x ay volt per meter. What is the direction of wave propagation? Direction of magnetic field. Find beta, time taken by the wave to travel a distance of del by 2 sigma lambda by q. ഓക്കെ, അപ്പോൾ ഈ ആണ് തന്നിട്ടുള്ളത്. ഡയറക്ഷൻ ഓഫ് വേവിൻ്റെയും ചോദിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇ ഈസ് ഈക്വൽ ടു എ കോസോ അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് ബീറ്റ എക്സ് അല്ലെങ്കിൽ മൈനസ് ബീറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു 50 കോസ് 10⁸ പ്ലസ് ബീറ്റ എക്സ് എ വൈ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ എ വൈ എന്നുള്ളത് ഉണ്ടല്ലോ, ഇത് ഏതിന്റെ ഡയറക്ഷൻ ആണ്, ഇന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് എ വൈ എന്നാണ് തന്നിട്ടുള്ളത്. അതായത് എ ഇ എന്നുള്ള ഇതുണ്ടല്ലോ, എ ഇ എന്നുള്ളതാണ് എന്ത് ഡയറക്ഷൻ ഓഫ് ഇ, അത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് എ വൈ, വൈന്റെ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് എ വൈ തന്നെ. ഇനി ഇവിടെ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചതാണ് ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ വേവിന്റെ പ്രൊപ്പഗേഷൻ ഒമേഗ ടി പ്ലസ് ബീറ്റ എക്സ് അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് ബീറ്റ എക്സ് രണ്ടും വരാം. ഇവിടെ പ്ലസ് ആണ് വന്നത്. അപ്പോൾ പ്ലസ് ആണ് വന്നതെങ്കിൽ ഇത് എന്തേക്കാരം മൈനസ് ഡയറക്ഷനിലേക്കാരം വേവിന്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക, മൈനസ് ഡയറക്ഷനിലേക്കാരം വേവിന്റെ. ഇത് എക്സ് ആണല്ലോ തന്നിട്ടുള്ളത്. ഞാൻ തൊട്ട് മുമ്പ് ഒമേഗ ടി പ്ലസ് ബീറ്റ സെഡ് മൈനസ് ബീറ്റ സെഡ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഇത് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക, മൈനസ് എക്സ് ഡയറക്ഷനിലേക്കാരം ആരുണ്ടാവുക, ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. അപ്പൊ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ എ കെ എന്ന് പറഞ്ഞ ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തേക്കാരം മൈനസ് എ എക്സ് എന്നുള്ള ഡയറക്ഷനിലേക്കാരം അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത് ചോദിച്ചത് എന്താണ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചത്. അപ്പൊ എയും കിട്ടി എ കെയും കിട്ടി. അപ്പൊ എയും എ എച്ചും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താലാണ് എ കെ കിട്ടുക. അപ്പൊ നമുക്ക് ഏതാ കിട്ടേണ്ടത്, എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടുന്നത്. അതായത് എ എച്ച് ആണ് കിട്ടേണ്ടത്. എ എച്ച് കിട്ടണമെന്നെങ്കിൽ ഏതൊക്കെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടത്, എ കെയും എയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താലാണ് എന്ത് കിട്ടുക,
എ എച്ച് കിട്ടുക. ഓക്കെ, അപ്പൊ എ കെന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? മൈനസ് എ എക്സ് എന്ന് കിട്ടി. എന്റെ വാല്യൂ എ വൈ എന്ന് കിട്ടി. എ എക്സും എ വൈയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താലാണ് എന്ത് കിട്ടുക? എ സെഡ് കിട്ടുക. ഓക്കെ, എക്സ് വൈ സെഡ്. എ എക്സും എ വൈയും കൂടി എക്സും വൈയും കൂടി ചെയ്താലാണ് സെഡ് കിട്ടുക. പക്ഷെ ഇവിടെ മൈനസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മൈനസ് ആവുമ്പോൾ മൈനസ് എ സെഡ് എന്നുള്ള ഡയറക്ഷൻ. അപ്പോൾ മൈനസ് എ സെഡ് എന്നുള്ള ഡയറക്ഷനിലേക്കാരും ആരുണ്ടാവുക? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, മൂന്നാമത് ഏതാ വെച്ചത്? ബീറ്റ ആണ് ചോദിച്ചത്. ഓക്കെ, ബീറ്റ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഒമേഗന്റെ വാല്യൂ എന്തൊക്കെയാരും കിട്ടുക? 10⁸ എന്നായിക്കാരം. ഓക്കെ, ബീറ്റ ഈസിക്കൽ ടു എന്താണ്? ഒമേഗ ബൈ യു ആണ്. ഓക്കെ, ഒമേഗ ബൈ യു. യു എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? വേവിന്റെ വെലോസിറ്റി ആണ്. നമുക്ക് വേവിന്റെ വെലോസിറ്റി ഇവിടെ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫ്രീ സ്പേസില്, സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് ഫ്രീ സ്പേസില് വെലോസിറ്റി ഓഫ് വേവ് എന്നുള്ള എന്താണ്? വെലോസിറ്റി ഓഫ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, ഒമേഗ ബൈ യു. അപ്പൊ ഒമേഗന്റെ വാല്യൂ നമുക്ക് ഇവിടെ 10⁸ എന്ന് കിട്ടി. യുവിന്റെ വാല്യൂ എന്താ വരിക? 3 × 10⁸ എന്നുള്ള വരും. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയാൽ 1/3 എന്ന് തോന്നും. ഇവിടെ ഫ്രീ സ്പേസ് ആണെങ്കിൽ മാത്രമേ യുവിന്റെ വാല്യൂ എന്തെടുക്കാൻ പറ്റുള്ളൂ? 3 × 10⁸ എന്നുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ടൈം ട്രാവൽ ടു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. എത്ര ഡിസ്റ്റൻസ്? λ/2. ലാംഡ ഡിസ്റ്റൻസ് ചെയ്യാനുള്ളതാണ് ടൈം ആണെന്ത്? ടി എന്നുള്ളത്. ഓക്കെ, അപ്പൊ λ/2 എന്നുള്ളത് എന്തായിക്കാരം വരിക? T/2 എന്നുള്ള ഡിസ്റ്റൻസ് ആയിക്കാരം. ഓക്കെ, അപ്പൊ ടി എന്നുള്ളത് എന്താണ് വരിക? 2π/ω എന്നുള്ളതാണ്. നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു എന്താണ്? 2π എഫ് ആണെന്ന് അറിയാം. എഫിന് 1/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടി ഈക്വൽ ടു എന്തായാലും 2π/ω വരും. അപ്പൊ 2π/ω ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഒമേഗ ചെയ്താൽ എന്ത് കിട്ടും? 2π × 10⁻⁸ എന്ന് കിട്ടും. അതേ /2. അതാണ് എന്ത്? ഡിസ്റ്റൻസ് ടു ട്രാവൽ λ/2. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആയിക്കാരം ഉണ്ടാകും. 31.4 നാനോസെക്കൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എച്ച് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫ്രീ സ്പേസിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ -kx ആണ്. അപ്പൊ അത് എന്തിക്കാരം? ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ എന്നുള്ളത് AK എന്നുള്ളത് എന്തിക്കാരം വരിക? +AX എന്നുള്ള ഡയറക്ഷൻ ആയിക്കാരം വരിക. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓഫ് എച്ച് എന്താണ് ഇവിടെ വരിക? ഡയറക്ഷൻ ഓഫ് എച്ച് എന്നുള്ളത് എന്താണ്? AY എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണാനുള്ളത്. EHK. ഇലക്ട്രിക് ഫീൽഡ് കിട്ടണമെങ്കിൽ എച്ചും കെയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. ഓക്കെ, എച്ചും കെയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. അതായത് AYയും AX കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ എന്താ കിട്ടുക? -AZ കിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ -AZ വരും. പിന്നെ ഇതില് കെന്റെ വാല്യൂ, അതായത് ഇവിടെ നേരത്തെ ബീറ്റ എന്നുണ്ടായിരുന്നത്, അപ്പോൾ അതിന് പകരം ഇവിടെ കെ എന്നായിരിക്കും. പിന്നെ ലാംഡന്റെ വാല്യൂ കണ്ടെത്തുക. ഓക്കെ, ലാംഡന്റെ വാല്യൂ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.